ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ ഗുരുവായൂരപ്പ ശരണം, ചോഴിയക്കാട്ടപ്പ ശരണം. കാലം നിടറുമ്പോൾ, മനസ്സൊന്ന് പിടയുമ്പോൾ നമുക്ക് തുണയായി നമ്മോടൊപ്പമുണ്ട് ഗുരുവായൂരപ്പൻ. സംശയമില്ല, ആ ലീലകൾ അത്ര കണ്ട് അനുഭവമാണ് ഓരോ ഭക്തർക്കും. ആ തിരുമുമ്പിൽ അർപ്പിക്കുവാൻ ഈ മനസ്സു മാത്രമേ ഉള്ളൂ ഭഗവാനെ. അടിയനായി ആ കനിവിൻ കവാടം തുറന്നിടണമേ. ദുരിതക്കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ കൃഷ്ണ എന്നുള്ള ആ ഒരു വിളി മതി. ഭക്തിയോടുള്ള ആ വിളി, ആ നേരം ഒരു തെന്നലായി, ഒരു തലോടലായി നമ്മുടെ ചാരത്തണയും ഭഗവാൻ. അതെ, അതാണ് ഭഗവാൻ. ഭഗവാന്റെ ഭക്തനായ, ഭക്തകവിയായ പൂന്താനം എന്ന ശ്രേഷ്ഠ ഭക്തൻ്റെ കഥ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടെ പൂന്താനം തിരുമേനിയുടെ മൗനാനുവാദത്തോടുകൂടി ചോഴിയക്കാട് ശ്രീകൃഷ്ണ ബാലസംസ്കാര കേന്ദ്രത്തിലെ 50ഓളം വരുന്ന കൊച്ചുകുട്ടികൾ കാണിക്കയായി അർപ്പിക്കുകയാണ്. ഭഗവാനെ, ഗുരുവായൂരപ്പ, ചോഴിയക്കാട്ടപ്പ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ആനന്ദനർത്തന ഗണപതിം ഭാവയേ. ആനന്ദനർത്തനപതിം ഭാവയേ. ആനന്ദനർത്തന ഗണപതിം ഭാവയേ.
കിട ഇതി പദനുദ പദ സദസിജ മഗ പമനിപ മദഗദനിപം മദഗദിമുപം പ്രണവധിതജം അദിതം അനഘം സുഭഗം ഫലജം കനകാംബരദനം ഏകദനം തദ്ദിത്തകജടം തദിതതകദി തകജനം തദിതതകതകജനം തദിതതകദാ തദ്ദിത്തകജനം തദിതതകദീതകജനം തദിതതകതകജനം തദിതതകദാ തദ്ദിത്തകജനം തദിതതകദീതകജനം തദിതതകതകജനം തദിതപരമാനന്ദനർത്തന ഗണപതി സീതാകാരമൂലാകാരം ഓംകാരഗജപദനം പരം പരമാനന്ദനർത്തന ഗണപതി പാവയേ പാവയേ
ഒഴുകിയിട്ട് അമരും വിനീതൻ ഭഗവാനെ പൂജിച്ചു പാടി സാഫല്യമായി കൃഷ്ണ പ്രീതി നേടി പൂന്താന കവിയുടെ ഭക്തി ജ്ഞാനപാലരും ഭഗവാൻ പ്രിയമാനിച്ചിട്ട് ഉരുകുന്ന കാഴ്ചകളെ കണ്ടാൽ കൃഷ്ണൻ ഉടനെ നെഞ്ചകങ്ങൾക്ക് സഹതാപമേകും ചെറുശേരി ഭക്തരുടെ ഭക്തി ഉറവാടി ഒഴുകിയിട്ട് അമരും വിനീതൻ. കുഞ്ഞൂട്ടാ, ശോ, ഈ കുട്ടി എവിടെ പോയിരിക്കണ? കാണാനില്ലാലോ. ആഹാ, മുത്തശ്ശിയോ? മുത്തശ്ശി എന്താണ് ഇറങ്ങിയത്? മുത്തശ്ശി ഇവിടെ ഇരിക്കൂ, ഞാൻ വേഷം മാറിയിട്ട് ഓടി വരാവേ. ശരി കുഞ്ഞൂട്ടാ. മുത്തശ്ശി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ വിശേഷങ്ങളൊന്നും കുഞ്ഞൂട്ടിന് അറിഞ്ഞില്ലയോ? ഇന്ന് അഷ്ടമിരോഹിണി അല്ലേ കുഞ്ഞൂട്ടാ? ആഹാ, അതെനിക്കറിയാം മുത്തശ്ശി. കഴിഞ്ഞ അഷ്ടമിനോടിക്ക് നമ്മൾ കൃഷ്ണായനം കാണാൻ പോയത് മുത്തശ്ശി മറന്നുപോയോ? ആ, കുഞ്ഞൂട്ടന് അതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. ഇത്തവണ ക്ഷേത്രത്തിൽ കൃഷ്ണായനത്തിന്റെ 2ാം ഭാഗമാണ് നടക്കുന്നത് കുഞ്ഞൂട്ടാ. അതെയോ മുത്തശ്ശി? മുത്തശ്ശി, ആ ഉണ്ണിയുടെ കഥയാണോ? അല്ല കുഞ്ഞൂട്ടാ, ഇത്തവണ പൂന്താനം നമ്പൂതിരിയുടെ കഥയാണ്. കുഞ്ഞൂട്ടൻ അറിയാമോ പൂന്താനത്തിന്റെ കഥ? ഇല്ലേ മുത്തശ്ശി. മുത്തശ്ശി ഒന്ന് പറയോ ആ കഥ? പറയാമല്ലോ കുഞ്ഞൂട്ടാ. ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്നു ഭാഗവതോത്തമനായ പൂന്താനം നമ്പൂതിരി. എവിടെയാ മുത്തശ്ശി പൂന്താനത്തിന്റെ ഇല്ലം? അതെ, മലബാറിലുള്ള വള്ളുവനാട്ടിലെ കീഴാറ്റൂർ ദേശത്ത് പൂന്താനം എന്ന ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത്. പൂന്താനം എന്നാണോ മുത്തശ്ശി ആ ഇല്ലത്തിന്റെ പേര്? പൂന്താനം എന്നത് ഇല്ലപ്പേരാണ് കുട്ടാ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ആർക്കും അറിയില്ല. മുത്തശ്ശി, അപ്പോൾ നമുക്ക് പൂന്താനത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലേ? മുത്തശ്ശിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുത്തശ്ശി കുഞ്ഞൂട്ടന് പറഞ്ഞു തരാട്ടോ. ഏകദേശം 1547 ജനിച്ച് 90 വയസ്സിലധികം ജീവിച്ചിരുന്നു അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. വിവാഹം കഴിഞ്ഞ് കുറെ നാളുകളായിട്ടും അവർക്ക് ഉണ്ണി പിറന്നിരുന്നില്ല. ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമായാണ് അദ്ദേഹത്തിന് ഒരു ഉണ്ണി ജനിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവിശ്വസനീയമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. അതിനെല്ലാം സാക്ഷിയായ ആ ഇല്ലം ഇന്നും പ്രൗഢിയോടെ ഗുരുവായൂർ ദേവസ്വം സംരക്ഷിച്ച് നിലനിർത്തി പോരുന്നു. പിന്നീട് പൂന്താനത്തിന് കുട്ടികൾ ഉണ്ടാകുന്നതായിട്ടും വളരെ സമ്പദ് സമൃദ്ധിയോടുകൂടി പൂന്താനം വളരെ കാലം ജീവിക്കുന്നതായിട്ടും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട് കുഞ്ഞൂട്ടാ. അവസാനം പ്രായമേറെ ചെന്നപ്പോൾ അനാരോഗ്യം നിമിത്തം പൂന്താനം നമ്പൂതിരി ഗുരുവായൂരിലേക്കുള്ള യാത്രയൊന്ന് നിർത്തി. ഭഗവത് സാന്നിധ്യം എൻ്റെ ഇല്ലത്തുണ്ടെന്ന് പൂന്താനം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ഇല്ലത്ത് തന്നെ കഴിച്ചു കൂട്ടി എന്നും പറയുന്നു. പിന്നെ കുഞ്ഞൂട്ട, പൂന്താനത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് അറിയുമോ നിനക്ക്? ആ, അത് മാത്രം എനിക്കറിയാം മുത്തശ്ശി. അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ജ്ഞാനപ്പാനയും സന്താനഗോപാലമല്ലേ? അതെ അതെ, പിന്നെയും ധാരാളം കീർത്തനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മളൊക്കെ സന്ധ്യയ്ക്ക് ചൊല്ലുന്ന അവതാര കീർത്തനം ഇല്ലേ? അംബുജായതാലോചന കോമള കമ്പുധാരണ കാരുണ്യവാരിധേ കർമ്മേഷാവാഹ നിൻപാദ പങ്കജം ചെന്നെ കാണുമാറാകണേ ഗോവിന്ദ. ആ കീർത്തനങ്ങളെല്ലാം അദ്ദേഹം എഴുതിയതാണ്. എന്തൊക്കെയാണ് മുത്തശ്ശി ജ്ഞാനപ്പാനയിൽ പറയുന്നത്? അത് മനസ്സിന്റെ സംതൃപ്തി, സന്തോഷം, സമാധാനം, എന്താണ് മനുഷ്യജീവിതത്തിന്റെ ഉദ്ദേശം, അതിൻ്റെ വിരക്തത എന്നു വേണ്ട എല്ലാ അറിവുകളുടെയും അന്തസ്സത്ത തന്നെയാണ് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനം. ഇപ്പോ കുഞ്ഞൂട്ടന് പൂന്താനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായോ?
മുത്തശ്ശിക്ക് അറിയാവുന്നതെല്ലാം ഞാനിപ്പോ കുഞ്ഞൂട്ടനോട് പറഞ്ഞു തന്നു കേട്ടോ. ബാക്കിയുള്ള അറിവ് വായിച്ചും കൂട്ടുകാരിൽ നിന്നും കാലങ്ങൾ കൊണ്ടും ഒക്കെ അറിയും കുഞ്ഞൂട്ടാ. എൻ്റെ കുഞ്ഞൂട്ടാ, കഥ പറഞ്ഞിരുന്നു നേരം പോയത് അറിഞ്ഞില്ലല്ലേ? ക്ഷേത്രത്തിൽ കൃഷ്ണായനം ആരംഭിക്കാൻ സമയമായി. വരൂ കുഞ്ഞൂട്ടാ, നമുക്ക് പോകാം. ശരി മുത്തശ്ശി, നമുക്ക് വേഗം പോകാം. മേൽവത്തു തന്റെ വിഭക്തി മനം കവർന്നു ആശ്രയിക്കുന്നു ഭഗവാനും തൃപ്തി എമ്പറ്റു നാദം പോകുന്നു കൃഷ്ണൻ ഗുരുവായൂർ സന്നിധിയിൽ തുണവന്നു ചേരും ചെറുശ്ശേരി ഭക്തരുടെ ഭക്തി ഉറവാടി ഒഴുകിയിട്ട് അവരും വിനീതൻ. കൃഷ്ണ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ കൃഷ്ണ കാരുണ്യ സിന്ധോ
കൃഷ്ണ, ഗുരുവായൂരപ്പ, എത്ര നാളായി കണ്ണനെ ഞാൻ വിളിക്കുന്നു. എന്റെ വീട് കഴിഞ്ഞിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഞങ്ങൾക്കൊരു ഉണ്ണി തരുന്നില്ലല്ലോ കണ്ണ. മനസ്സ് പിടയുന്നു. ഭഗവാനെ അനുഗ്രഹിക്കണേ. അങ്ങയുടെ പ്രാർത്ഥനയുടെയും കൂടി ഫലമായി നമുക്കൊരു ഉണ്ണി പിറക്കാൻ പോകുന്നു തിരുമേനി.
ഭഗവാനെ അങ്ങേ കടാക്ഷിച്ചല്ലോ. അങ്ങേക്ക് ശതകോടി പ്രണാമം. കൃഷ്ണ, ഗുരുവായൂരപ്പ. അങ്ങനെ തന്നെ ആവട്ടെ. ഉണ്ണിയുടെ നൂലുകെട്ട് നമുക്ക്
കാണണ്ടേ തിരുമേനി? ബന്ധുമിത്രാദികളെ എല്ലാം ക്ഷണിക്കണം. അന്തർജലത്തിന്റെ ആഗ്രഹം പോലെ ആവട്ടെ. നമ്മുടെ ഉണ്ണിയുടെ നൂലിലിട്ട് നമുക്ക് കേരളമാക്കണം. ഇല്ലത്തൊക്കെ ഇപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? കൃഷികളൊക്കെ എങ്ങനെ പോണു തിരുമേനി? വിളവുകളൊക്കെ കേമായിട്ടുണ്ടോ? ആ, കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കണം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഞങ്ങൾ രാത്രിയിലേ ഇറങ്ങി. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയത്. ഇത്ര ത്യാഗം സഹിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ആ തിരുമേനിയുടെ സന്തോഷത്തിൽ പങ്കുചേരാനാണ്. ആ അതെ അതെ, കുറെ കാലായി ഒരു സദ്യ ഉണ്ടിട്ട്. ആ സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുശാലായി ഒരു ഉണ്ണണം. ഉണ്ണേ എടുക്കൂ, നൂലുകെട്ടിട്ട് സമയമായിരിക്കണോ? ദാ വരുന്നു തിരുമേനി. അയ്യോ, ഇത് ആരാണ് എന്റെ ഉണ്ണിയുടെ മുകളിൽ വസ്ത്രങ്ങൾ ഇട്ടത്? അയ്യോ, അമ്മൂമ്മേ, ഓടി വാ, നമ്മുടെ കുഞ്ഞ്. എന്റെ കുഞ്ഞ് കൃഷ്ണ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ് എത്ര വിഷമിച്ചിട്ടുണ്ട് കൃഷ്ണ. എന്റെ കുഞ്ഞിന് ശ്വാസം കിട്ടാതെ വിഷമിച്ച് കാണുമല്ലോ കൃഷ്ണ. നീ ഇത് കണ്ടില്ലേ എന്റെ കണ്ണ? എന്തിനാ കണ്ണ ഇങ്ങനെയൊരു ദുർവിധി? എന്റെ ഉണ്ണിയെ താൻ വിളിച്ച് കൊടി തീർന്നില്ലല്ലോ. ഒന്ന് കണ്ടു മതിയാവില്ലല്ലോ എന്റെ കുഞ്ഞിനെ. എന്റെ കണ്ണ, അയ്യോ, കുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? പാവ ആ കുഞ്ഞ് വസ്ത്രങ്ങൾക്കിടയിൽ കിടന്ന് ശ്വാസം മുട്ടിയതാണ്. ഭഗവാനെ, ആ കുഞ്ഞ് വിഷ്ണുപാദം പോകിയല്ലോ. ബന്ധമോക്ഷങ്ങൾ എന്നിവ ധർമ്മങ്ങൾ നിന്തിരുവടിക്കില്ലെന്നു കേൾക്കു ഞാൻ. എന്നെ നീ പരിപാലിക്ക കൊണ്ടല്ലോ ദ്വന്ദ്ഭാവം ധരിത്രിയിലില്ലാത്തു. എന്നിരിക്കെ എനിക്കൊരു സങ്കടം, എന്തയോ ഭാവമിങ്ങനെ വന്നതും. എന്നെല്ലാം വിലപിക്കുന്ന വിപ്രനോടേതുമൊന്നരുളീലാമുകിൽ വർണ്ണൻ. ഭഗവാനെ, കണ്ണ, എന്തിനാ നീ കാണുന്നത്? എന്റെ ഉണ്ണിയോ ഈ മടിയിൽ കിടക്കുന്നത്? എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, നീ തന്നെ എന്നെ കണ്ട എന്റെ കുഞ്ഞിയായി എന്റെ അരികിൽ വന്നത്.
കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ പോയില്ലേ എന്റെ കണ്ണ. ഈ ദുഃഖം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് കണ്ണ. കണ്ണ, നീയും എന്റെ ഉണ്ണിയല്ലേ? അതല്ലേ നീ എന്റെ വഴിയിൽ വന്ന് എന്നെ ആശ്വസിപ്പിച്ചത്? പക്ഷേ നീ എന്റെ കൂടെ ഉണ്ടല്ലോ. നിന്റെ നാമം ഉൾവിടുന്നതാണ് കണ്ണ എന്റെ ഏക ആശ്വാസം. ഞാനിനി അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ഗുരുനാഥൻ തുണച്ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരുവാൻ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി? മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ. ഭഗവാനെ ഗുരുവായൂരപ്പ, എനിക്കിത് മറ്റാരാണ് ആശ്രയം? ഓം നമോ ഭഗവതേ വാസുദേവായ. വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭൂയ ഭവത്പ്രഭു ഭൂതഭൃദ്ഭൂതഭൃദ്ഭാ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവ ച യോഗോ യോഗവിദാം നേതാ പ്രധാനപുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവപുരുഷോത്തമ സർവശർവശിവസ്ഥാണു ഭൂതാദിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാധാതുരുത്തമ അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോമരപ്രഭു. ഹേ വിഡ്ഢി, ഇപ്രകാരമാണോ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത്? അറിവില്ലായെങ്കിൽ ജപിക്കാതിരുന്നുകൂടെ? വിഡ്ഢി, സന്ധി ചേർത്ത് വായിക്കൂ. മരപ്രഭു അല്ല, അമരപ്രഭു. പത്മനാഭോ അമരപ്രഭു. അപ്രകാരമാണ് അത് ഉച്ചരിക്കേണ്ടത്.
ശുംഭ പ്രഭു, അപ്പോൾ ആരാണ് അമരപ്രഭു? ഞാനാണ് അമരപ്രഭു. ഞാൻ തന്നെയാണ് അമരപ്രഭു. അങ്ങേക്കെന്താ സംശയമുണ്ടോ? അദ്ദേഹം സംസ്കൃതം പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാവും അങ്ങനെ ചൊല്ലിയത്. ഇങ്ങനെ പല പണ്ഡിതന്മാരുടെയും അഹങ്കാരം മാറ്റി നിസ്വാർത്ഥ ഭക്തിയുടെ പൊരുൾ എന്താണെന്ന് ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, തന്റെ പ്രിയ ഭക്തരെ അവഹേളിക്കുന്നത് ഭഗവാൻ ഒരിക്കലും കണ്ടിരിക്കില്ല. അതെ, പൂന്താനത്തിന്റെ ഭക്തി അത്രമേൽ മഹത്തരമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റേതൊരു പണ്ഡിതനേക്കാളും മനോഹരമായി ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുവാൻ സാധിക്കുന്നത്. സംസ്കൃത ഭാഷയിൽ പാണ്ഡിത്യമില്ലെങ്കിലും എല്ലാ ഭാഗവത സപ്താഹങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഭഗവാന്റെ കഥകൾ പൂന്താനം വർണ്ണിക്കുമ്പോൾ ഏതൊരാളും ഭക്തിയിലരിയും. ഇത്തവണ ഗുരുവായൂരിൽ പൂന്താനത്തിന്റെ ഭാഗവത പാരായണമാണ് നടക്കുന്നത്. ധാരാളം വിദ്വാന്മാരും പണ്ഡിതന്മാരും ഉണ്ടായിട്ടും ഭഗവാന്റെ കഥ വർണ്ണിക്കാൻ പൂന്താനത്തിനാണ് ഭാഗ്യം കിട്ടിയത്. തദവേത്യാസിതാപാംഗീ വൈദർഭീ ദുർമനാമൃശം വിജിന്യാക്തം ധ്വജം കഞ്ചി കൃഷ്ണായ പ്രാഹിണോ ദ്രുതം. എന്നാ നമുക്ക് ഇന്നത്തെ കഥ വിവരിക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭർത്താവായി വരണമെന്നായിരുന്നു രുക്മിണി ദേവിയുടെ ആഗ്രഹം. പക്ഷേ രുക്മിണി ദേവിയുടെ സഹോദരൻ രുക്മി അദ്ദേഹത്തിന്റെ സുഹൃത്തായ ശിശുപാലനെ കൊണ്ട് രുക്മിണി ദേവിയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ് ദുഃഖിതയായ രുക്മിണി ദേവി തന്റെ മാതാവ് മുഖാന്തരം സഹോദരനെ അതൃപ്തി അറിയിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ആശ്രിത വത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് നിരീക്ഷിച്ചു. എന്നിട്ട് രുക്മിണി ദേവി ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ കൈവശം ഭഗവാന് കൊടുത്തുവിടാനായി ഒരു കത്ത് കൊടുത്തു വിട്ടു. പൂന്താനം ഭാഗവതത്തിൽ ഏത് ഭാഗത്താണ് കത്ത് കൊടുത്തു വിട്ടു എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്? അതിപ്പോ ഏത് ഭാഗത്താണ് ഭഗവാനെ? എന്നെ ഭഗവാൻ തോന്നിപ്പിച്ചത് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. ഭാഗവതത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള താങ്കൾക്കറിയില്ലേ ആ കത്ത് എനിക്ക് ലഭിച്ച കാര്യം? ഹരി രാമ 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 ഹരി 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 കൃഷ്ണ 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 ഹരി ഹരി. എന്റെ കണ്ണ, എനിക്ക് കലശലായ വാതരോഗമാണ്. ഒരടി നടക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല. ഒരുപാട് ചികിത്സകൾ നടത്തി യാതൊരു കുറവും വന്നിട്ടില്ല. എന്റെ വാതരോഗം ഒന്ന് ശമിപ്പിച്ച് തരണേ. ഞാനിവിടെ ഭജനമിരിക്കാന്ന് വിചാരിക്കുന്നു. ഭഗവാൻ അതിനെന്നെ അനുഗ്രഹിച്ചാൽ. അല്ല, ഇതാര്? നടുക്കത്തൂരോ? അദ്ദേഹം സംസ്കൃതത്തിൽ വളരെയേറെ പാണ്ഡിത്യമുള്ള ആളാണെന്നാണ് കരുതി. അതെ അതെ, അദ്ദേഹം വലിയ ജ്ഞാനിയാണ്. പ്രതിശതു പരമാനന്ദ സന്തോഷ ലക്ഷ്മി അജ്ഞാത്വാത്തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ചൈതത്സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷ സ്തുത്യതാ. ഇതിൽ പിഴവും ശരിയും തിരിച്ചറിയാനുള്ള പാണ്ഡിത്യം എനിക്കില്ല കണ്ണ. ഇതിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ കണ്ണ നീ തന്നെ കൊടുക്കണേ എന്നോട്. താങ്കളുടെ അത്രയും വിഭക്തി പൂന്താനത്തിന് ഉറച്ചിട്ടില്ല. പക്ഷേ മേൽപ്പത്തൂരെ, താങ്കളുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം
പൂന്താനത്തിന്റെ ഭക്തിയാണ്. അങ്ങേക്കാൾ ഭക്തി പൂന്താനത്തിന് ഉറച്ചിട്ടുണ്ട്. കൃഷ്ണ ഭഗവാനെ, അടിയന്റെ അവിവേകം പൊറുക്കണേ. പൂന്താനം, ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങ് വിഷമിക്കേണ്ട. എഴുന്നേൽക്കൂ, വരൂ, അങ്ങയുടെ കൃതികൾക്കൊക്കെ കാണട്ടെ. ഇതിൽ ഒരു പേരുമില്ല പൂന്താനം. എന്റെ അഹങ്കാരമാണ് എന്നെ കൊണ്ട് അപ്പോൾ അങ്ങനെ പറയിച്ചത്. അങ്ങയോട് ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു.
ഏകാദശിയാണല്ലോ. നാം ഇതുവരെ ഏകാദശി ദർശനം മുടക്കിയിട്ടില്ല. എങ്ങനെയും നാളെ ഗുരുവായൂരെത്തണം. തിരുമേനി, വളരെ ദൂരമില്ലേ ഗുരുവായൂരിലേക്ക്? ഇപ്പോൾ തന്നെ വൈകി. രാത്രിയിലെ യാത്ര ബുദ്ധിമുട്ടല്ലേ? എന്തായാലും പുറപ്പെടണം. ഭഗവാൻ കൂടെ ഉണ്ടാവും. ഈശ്വര, ഈ രാത്രിയിലെ യാത്രയിൽ അപകടമൊന്നും കൂടാതെ എന്നെ ഗുരുവായൂർ എത്തിക്കണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ. നിലവിളിക്കേണ്ട. ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. കയ്യിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാം. ഇങ്ങോട്ട് എന്റെ കയ്യിലുള്ള പടവും സാധനങ്ങളും. ഇല്ല, എന്റെ കൈവശം ഒന്നുമില്ല. ഗുരുവായൂർ എന്നെ പ്രധാനം കാണുന്നതാണ്. എന്താ തന്റെ കയ്യിലൊരു പൊതി? ആഹാ, മറ്റുള്ളൊക്കെ തോന്നിയിരിക്കുന്നല്ലോ. ഞാൻ ധൈര്യ, എന്നെ കൊന്നാലും ഞാൻ ധൈര്യം. വിലപിടിപ്പുള്ള എന്തോ ഒന്നാണ് ഇയാളെ വെറുതെ വിടരുത്. നിങ്ങൾക്ക് ഇതിന്റെ മൂല്യം മനസ്സിലാക്കി. ഇതെന്റെ ഭഗവാനാണ്. അയ്യോ, രാജാവിന്റെ സേനാനായകൻ മങ്ങാട്ടത്തിനാണല്ലോ വരുന്നത്. ഓടിക്കോ, നമുക്ക് രക്ഷപ്പെടാം. അസമയത്ത് ഈ വഴി യാത്ര പോകുന്നത് ആപത്താണെന്ന് അങ്ങേക്കറിയില്ലേ? നാളെ ഏകാദശിയാണ്. എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം. എല്ലാ ഏകാദശിയും ഞാൻ ഗുരുവായൂരിൽ കുളിച്ചോടാറുണ്ട്. ഇങ്ങനെയൊക്കെ വന്നു ഭവിക്കുമെന്ന് തീരെ നിരീക്ഷിച്ചില്ല. എന്നാലും ഭഗവാൻ അയച്ചതുപോലെ അങ്ങ് വന്ന് രക്ഷിച്ചുവല്ലോ. വളരെ സന്തോഷം. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള എൻ്റെ വിശ്വാസം ഇപ്പോൾ ശരിയായില്ലേ? അതുകൊണ്ടാണല്ലോ അങ്ങേക്ക് ഇപ്പോൾ ഇവിടേക്ക് വരാൻ തോന്നിയത്. ഇത്രയും വൃദ്ധനായ അങ്ങ് ഈ രാത്രിയിൽ ഈ കാനനപാതയിൽ കൂടി സഞ്ചരിക്കുവാനുള്ള തീരുമാനമെടുത്തത് ഒട്ടും ശരിയായില്ല. ആ, ഇനിയൊരു കാര്യം ചെയ്യാം. ഞാൻ അങ്ങയുടെ കൂടെ വരാം. പേടിക്കണ്ട. അങ്ങയെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിക്കുന്നതുവരെ ഞാൻ അങ്ങയുടെ കൂടെ തന്നെ ഉണ്ടാവും. പേടിക്കണ്ട, മുൻപോട്ട് നടന്നോളൂ. ഇനി അങ്ങോട്ടുള്ള വഴി കുറച്ചുകൂടി ദുർഘടമാണ്. എങ്കിലും പേടിക്കണ്ട, അങ്ങന്റെ പിറകെ നടന്നോളൂ. അങ്ങേക്ക് ഏറെ പ്രായമായില്ലേ? ഇനിയും ഇതുപോലെ ത്യാഗം സഹിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴേണ്ടതുണ്ടോ? ഭഗവാൻ സർവ്വവ്യാപിയല്ലേ? ഭഗവാനെ അങ്ങയുടെ വീട്ടിൽ വെച്ച് പൂജിച്ചാലും ഭഗവാന്റെ ആ സാന്നിധ്യം വീട്ടിലുണ്ടാവില്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് ഗുരുവായൂർ പോകേണ്ടതുണ്ടോ? അങ്ങ് പറഞ്ഞത് ശരി തന്നെ. എനിക്കിനി എത്ര കാലം ഗുരുവായൂർ പോകാൻ സാധിക്കുമെന്ന് അറിയില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കട്ടെ. എനിക്ക് കഴിയുന്നിടത്തോളം കാലം പോകാം. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇപ്പോൾ നമ്മളൊരു സുരക്ഷിത സ്ഥാനത്തെത്തിയട്ടോ. ഇനി പേടി വേണ്ട. ആ വഴിയെ അങ്ങോട്ട് നടന്നോളൂ. അത് ഗുരുവായൂരേക്കുള്ള വഴിയാണ്. എനിക്കതാ ആ വഴിയാണ് പോകേണ്ടത്. ഒരു നിമിഷം, ഒരു ദുർഘടത്തിൽ നിന്നും അങ്ങനെ രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചില്ലേ? വെറും കൈയോടുകൂടി പോകരുതേ. ഈ സാധുവിന്റെ കയ്യിൽ നിന്നും ഒരു ചെറിയ ഉപകാരം സ്വീകരിച്ചാൽ. യോ, അതൊന്നും വേണ്ട. ഇതെന്റെ കർമ്മമാണ്. നിങ്ങളെപ്പോലുള്ള പ്രജകളെ സംരക്ഷിക്കുവാനാണല്ലോ രാജാവ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിന് യാതൊരു വിധത്തിലുള്ള പാരദോഷികളും എനിക്ക് വേണം. അയ്യോ, അത് പറ്റില്ല. എന്റെ സന്തോഷത്തിന് അങ്ങേ മോതിരം സ്വീകരിച്ചാലും.
കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്താണ് ഞാൻ സ്വപ്നം കണ്ടത്? ഭഗവാൻ ഏതോ മോതിരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇതുവരെ കാണാത്ത ഒരു മോതിരം ഇതിപ്പോ എവിടുന്ന് വന്നു? ഭഗവാനെ, ഇതാണോ കണ്ണ നീ ഇന്നലെ എന്നെ സ്വപ്നത്തിൽ കാണിച്ചത്? ഇത് ആരുടേതാണോ? ഭഗവാനെ, പരീക്ഷിക്കല്ലേ കൃഷ്ണ, ഗുരുവായൂരപ്പ. എന്തായാലും പ്രസാദത്തിനൊപ്പം എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം. എന്റെ കൃഷ്ണ, ഭഗവാനെ, ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയുടെ മുമ്പിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കില്ലായിരുന്നു. കുറെ കള്ളന്മാർ എന്നെ ആക്രമിക്കാൻ വന്നു. കൃത്യസമയത്ത് മങ്ങാട്ടച്ചനെത്തി എന്നെ രക്ഷിച്ചു. അദ്ദേഹമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഏകാദശി കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. ഭഗവാൻ കാത്തു. ഈ മോതിരം ഇന്നലെ ഞാൻ മങ്ങാട്ടച്ചന് കൊടുത്താണല്ലോ. ഇതിപ്പോ അങ്ങേക്ക് എവിടുന്ന് കിട്ടി? പൂന്താനം, ഈ മോതിരം അങ്ങയുടേതാണോ? മങ്ങാട്ടച്ചന് മോതിരം കൊടുക്കുകയോ? എന്താണ് പറയുന്നത്? എനിക്ക് എൻ്റെ തീരെ മനസ്സിലാവില്ല കേട്ടോ. ഇന്നലെ സ്വപ്നത്തിൽ ഭഗവാൻ എന്നോട് പറയുന്നത് പോലെ തോന്നി. ഭഗവാന്റെ ഒരു മോതിരം പൂന്താനത്തിന് നൽകണമെന്ന്. സാധാരണ ഭഗവാന്റെ ചാർത്തിലെന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ മോതിരം അപ്പോൾ അങ്ങയുടേതായിരുന്നോ? അപ്പോ ഇത് തന്നെയാണോ ഭഗവാൻ ഇന്നലെ എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തന്നത്? ഭഗവാനെ, അങ്ങയുടെ ഈ മായാവിലാസം ആശ്ചര്യം തന്നെ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, അപ്പോൾ മങ്ങാട്ടച്ചനായി എന്നെ രക്ഷിക്കാൻ എത്തിയത് നീയാണല്ലേ? എന്റെ പത്മനാഭ, കണ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, നാരായണ. പൂന്താനം എന്താണ് ഈ പറയുന്നത്? കുറെ നേരമായല്ലോ മങ്ങാട്ടച്ചൻ മങ്ങാട്ടച്ചൻ എന്ന് പുലർത്തുന്നു. പൂന്താനത്തിന്റെ നിഷ്കളങ്കമായ ഭക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് ഗുരുവായൂരമ്പലത്തിൽ പ്രത്യേക സ്ഥാനമുള്ളത്. അതെ അതെ, വളരെ ശരിയാണ്. അദ്ദേഹത്തിന് അർഹതയുള്ള സ്ഥാനം തന്നെയാണത്. അതുകൊണ്ടാണല്ലോ പൂന്താനം തിരുമേനിക്ക് നമസ്കാര മണ്ഡപത്തിലും ഭക്ഷണശാലയിലും വളരെ മാന്യമായ സ്ഥാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതെ അതെ, എല്ലാ വിദ്വാന്മാരും ക്ഷേത്ര ഭരണാധികാരികളും കൂടി തീരുമാനിച്ചിട്ടാണ് പൂന്താനത്തിന് ആ മാന്യസ്ഥാനം നൽകിയിരിക്കുന്നത്. അതെ, പൂന്താനത്തിന്റെ അക്കമഴിഞ്ഞ ഭക്തിയും ഭഗവാനോടുള്ള ആത്മസമർപ്പണവുമാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം നേടിക്കൊടുത്തത്. വലിയ വേദജ്ഞാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കാണാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യം. അതെ, കേട്ടിട്ടുണ്ട് വിദ്വാനാണെന്ന്. അദ്ദേഹത്തെ നമുക്ക് പ്രഭാത ഭക്ഷണത്തിനായി ക്ഷണിക്കാം. അന്ന് വന്നാലും പ്രഭാത ഭക്ഷണം കഴിക്കാം.
വളരെ ശ്രേഷ്ഠനായ പണ്ഡിതൻ ഭഗവത് ദർശനത്തിനായി എത്തിയിരിക്കുന്നു. തിരുമേനി അറിഞ്ഞില്ലേ അദ്ദേഹം വന്നത്? അറിഞ്ഞു. താങ്കളൊന്ന് പിന്നിലേക്ക് മാറിയിരിക്കൂ. എല്ലാരും കൂടി അറിഞ്ഞനുവദിച്ചു തന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ മാറേണ്ടതില്ല. അങ്ങോട്ട് മാറിയിട്ട് തിരുമേനി, താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പൂന്താനം ആരാണെന്ന് അറിയോ? ഭഗവാന് ഏറെ പ്രിയമുള്ള ആളാണേ. അദ്ദേഹത്തിനോളം അർഹതയുള്ള വേറെ ആരും ഇവിടെ ഇല്ല. ഈ പ്രവൃത്തി വല്ലാത്ത കഷ്ടമായി. കൃഷ്ണ, ഗുരുവായൂരപ്പ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ അപമാനം. വിഷമിക്കേണ്ട, ഇങ്ങനെ സങ്കടപ്പെട്ട് ഇവിടെ കഴിയേണ്ട ആളല്ലെന്ന്. ഇനി മുതൽ എന്നെ കാണുന്നതിനായി ഇവിടേക്ക് വരേണ്ടതില്ല. അങ്ങയുടെ ഒപ്പം ഞാൻ അങ്ങയുടെ ഇല്ലത്തേക്ക് വരികയാണ്. എന്റെ സാന്നിധ്യം ഇനി അവിടെ ഉണ്ടാവും. വരൂ തിരുമേനി. ഇല്ല, ഞാൻ ഇല്ലത്തേക്ക് കയറില്ല. അതെന്തേ കയറാത്തത്? ഭഗവാൻ എന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ വന്നിട്ടേ ഞാൻ ഇല്ലത്തേക്ക് കയറുന്നുള്ളൂ.
കുഞ്ഞോട്ടാ, കൃഷ്ണായനം കണ്ടു കഴിഞ്ഞപ്പോൾ പൂന്താനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി മുത്തശ്ശി. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് കുഞ്ഞോട്ടാ. ആണോ? എങ്കിൽ അതുകൂടി എന്നോടൊന്ന് പറയാമോ മുത്തശ്ശി? പറയാം. മുത്തശ്ശി ഒന്ന് ഓർത്തെടുക്കട്ടെ കുഞ്ഞോട്ടാ. ഇപ്പൊ കുഞ്ഞോട്ടൻ കൃഷ്ണായനത്തിൽ കണ്ടതല്ലേ ഗുരുവായൂരപ്പൻ പൂന്താനത്തിന്റെ ഇടതുഭാഗത്ത് വന്ന് ദർശനം നൽകുന്നത്? മുത്തശ്ശി. പിന്നീട് ആ ഭാഗത്ത് ഒരു ചെറിയ ശ്രീകോവിൽ കെട്ടി ഒരമ്പലം പണിതു. അത് ഇന്നറിയപ്പെടുന്നത് ഇടതുപുറത്തമ്പലം എന്നാണ് കുഞ്ഞോട്ടാ. മുത്തശ്ശി, നമുക്ക് അവിടെയൊക്കെ പോയൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ കുഞ്ഞോട്ടാ, ഒരിക്കൽ നമുക്ക് അവിടെ പോകാം കേട്ടോ. ഇത്രയുള്ള മുത്തശ്ശി ഈ കഥ? ഇനിയും ഉണ്ടോ? എങ്കിൽ അതുകൂടി ഒന്ന് പറയൂ. പറയാം. ഒരിക്കൽ പൂന്താനത്തിന് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടായത്രേ. പൂന്താനത്തിന്റെ ജന്മദിനത്തിന്റെ അന്ന് അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാനായി ഞാൻ വരും എന്ന് ഭഗവാൻ പറഞ്ഞത്രേ. ഞെട്ടി ഉണർന്ന അദ്ദേഹം ഇക്കാര്യം ഭാര്യയോട് പറഞ്ഞു. എന്നാൽ ഭാര്യ വിചാരിച്ചത് പൂന്താനത്തിന് ഭക്തിയുടെ പാരമ്യത്തിൽ ചിത്തഭ്രമം സംഭവിച്ചു എന്നാണ്. ഭാര്യയ്ക്ക് അത്രത്തോളം ഭക്തിയൊന്നും ഇല്ല കുഞ്ഞൂട്ടാ. പക്ഷേ അവിടെ ഒരു ദാസി ഉണ്ടായിരുന്നു. അവരും ഭഗവാന്റെ ഭക്തയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദാസിക്ക് പൂന്താനത്തിന്റെ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയ മുത്തശ്ശി? കൊണ്ടുപോയി കുഞ്ഞൂട്ടാ. പിറന്നാളിന്റെ അന്ന് അയൽപക്കക്കാരെ എല്ലാം ക്ഷണിച്ച് അവരോട് പറഞ്ഞത്രേ ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന്. ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് എൻ്റെ കൂടെ ആരെങ്കിലും വരുന്നോ എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞു നടന്ന അദ്ദേഹത്തോട് എല്ലാവർക്കും സഹതാപം തോന്നി കുഞ്ഞൂട്ടാ. ഭഗവാനെ സ്വീകരിക്കാൻ പൂക്കളെടുക്കാൻ ഭാര്യയോട് ആവശ്യപ്പെട്ടെങ്കിലും അവരത് ചെവിക്കൊണ്ടില്ല. കാരണം ചിത്തഭ്രമത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത് എന്നവർ വിചാരിച്ചു. എന്നാൽ പൂന്താനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ദാസി ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടും പൂന്താനം ഭഗവാനെ കാത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഗരുഡന്റെ ചിറകടി ശബ്ദം കേട്ട് അദ്ദേഹം ഭഗവാൻ വരുന്നുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞ് മുറ്റത്തേക്ക് ഓടി. കൂടി നിന്നവരൊക്കെ അദ്ദേഹത്തെ ദയനീയമായി നോക്കുകയാണ്. ഭാര്യ ഇതൊക്കെ കണ്ട് പൊട്ടിക്കരഞ്ഞു. ഉടനെ തന്നെ ഭഗവാൻ പൂന്താനത്തിനെ വൈകുണ്ഠത്തിലേക്ക് ഉടലോടെ കൊണ്ടുപോയി. ഭാര്യ ഓടി വന്ന് എവിടെ തിരുമേനി എന്ന് ചോദിച്ചപ്പോൾ ദാസി പറഞ്ഞത്രേ, അതാ തിരുമേനി ഭഗവാനൊപ്പം പോകുന്നു, എന്നെയും വിളിക്കുന്നു, ഞാനും പോകുവാട്ടോ എന്ന് പറഞ്ഞ് ഉഴഞ്ഞു വീണ ദാസിയും ഭഗവത് പാദം പോയി. ഈ സംഭവങ്ങളൊക്കെ നടന്നത് പൂന്താന ഇല്ലത്താണ് കുഞ്ഞോട്ടാ. അയ്യോ, എനിക്കിതെല്ലാം കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു മുത്തശ്ശി. പൂന്താനം തിരുമേനിയുടെ ഭക്തിയോളം നമുക്ക് ആർക്കും എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുഞ്ഞൂട്ടാ. ഇപ്പോ കുഞ്ഞൂട്ടന് പൂന്താനത്തിന്റെ കഥ മനസ്സിലായോ? കൂടാതെ കൃഷ്ണായനം കണ്ടപ്പോൾ എല്ലാം മനസ്സിലായല്ലോ. മുത്തശ്ശിക്കറിയാവുന്ന കഥകളൊക്കെ മുത്തശ്ശിയും പറഞ്ഞു. തുടർന്നുള്ള നൃത്തങ്ങൾ കൂടി കണ്ടിട്ട് നമുക്ക് പോവാം കേട്ടോ കുഞ്ഞൂട്ടാ.
കൃഷ്ണാഷ്ടമി മന്ദഹാസമതു തൂകിടുന്ന ഗോവിന്ദനെന്നു കൃഷ്ണാഷ്ടമി Nanda Gopala